നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. എടക്കഴിയൂരിൽ പാതിരാത്രിയിൽ യുവതിയുടെ വീട്ടിൽ ആക്രമണം നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. കൊൽക്കത്ത സ്വദേശിയായ രാജുബായിയെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. എടക്കഴിയൂർ ഖാദിരിയ റോഡിൽ ചൊവ്വാഴ്ച പുലർച്ചെ 2:20 സംഭവം. യുവതിയുടെ വീട്ടുപറമ്പിലുണ്ടായിരുന്ന സ്കൂട്ടർ നശിപ്പിക്കുകയും വീടിന്റെ ജനൽച്ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്ത പ്രതി മുറ്റത്തുണ്ടായിരുന്ന കുഴൽക്കിണർ പൈപ്പും കെട്ടിടത്തിലെ ഇലക്ട്രിസിറ്റി മീറ്റർ ബോർഡും പൂർണ്ണമായും അടിച്ചു തകർത്തു. ശബ്ദം കേട്ട യുവതി ഉണർന്നുവെങ്കിലും ഭയം കാരണം പുറത്തിറങ്ങിയില്ല. കഴിഞ്ഞ ദിവസം വീടിന്റെ പരിസരവും പറമ്പും വൃത്തിയാക്കാനായി എത്തിയ ഇയാൾ യുവതി തനിച്ചാണ് താമസിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരുന്നു. ജോലിക്കിടെ കുടിക്കാൻ വെള്ളം ചോദിച്ചെത്തിയ പ്രതി യുവതിയോട് മോശമായ രീതിയിൽ സംസാരിക്കുകയും ലൈംഗിക ചേഷ്ടകൾ കാണിക്കുകയും ചെയ്തു. ഇതിനെതിരെ യുവതി പ്രതികരിക്കുകയും ഇയാൾക്ക് താക്കീത് നൽകുകയും ചെയ്തിരുന്നു. ജോലി സമയം കഴിഞ്ഞിട്ടും പരിസരത്ത് ചുറ്റിപ്പറ്റി നിന്ന പ്രതിയെ സമീപത്തെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ആൾ എത്തിയാണ് പറഞ്ഞുവിട്ടത്. എന്നാൽ പോകുന്നതിനു മുൻപ് പ്രതി വീട്ടുമുറ്റത്ത് ഇംഗ്ലീഷിലുള്ള ചില വാക്കുകളും 10:30, 2:20 എന്നീ സമയങ്ങളും എഴുതിവെച്ചിരുന്നു. തുടർന്ന് ഇയാൾ എഴുതിവെച്ച സമയമായ പുലർച്ചെ 2:20 വീട്ടിലെത്തി അക്രമം അഴിച്ചുവിട്ടത്. വിവരമറിഞ്ഞ വാർഡ് മെമ്പർ സലീം ആച്ചിപ്പുള്ളി സ്ഥലത്തെത്തി ചാവക്കാട് പോലീസിനെ വിവരമറിയിച്ചു. നാശനഷ്ടങ്ങൾ വിലയിരുത്തിയ പോലീസ് തന്ത്രപരമായി ജോലിക്കെന്ന വ്യാജേന വിളിച്ചുവരുത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഗുരുവായൂർ പഞ്ചാരമുക്ക് റോഡിൽ പെരിന്തട്ട ശിവക്ഷേത്രത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കൊമ്പ് പൊടിഞ്ഞു വീണു. റിട്ടയർഡ് കായിക അധ്യാപകൻ തിരുവെങ്കിടം ചാലക്കൽ ജോളി ജോണിന്റെ കാറിന് മുകളിലേക്കാണ് മരം വീണത്. ഇന്ന് രാവിലെ 8:30 സംഭവം. അപകടത്തിൽ കാറിന് കേടുപാട് പറ്റിയെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മരം വീണതിനെ തുടർന്ന് ഈ റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഉടൻ തന്നെ നാട്ടുകാർ ഓടിക്കൂടി കാറിന് മുകളിൽ നിന്നും മരക്കൊമ്പുകൾ മാറ്റി. തുടർന്ന് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി. ടെമ്പിൾ പോലീസ് എത്തിയാണ് ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കിയത്. വെസ്റ്റ് മങ്ങാട് കഴിഞ്ഞ ദിവസം നടന്ന വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത 25ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധ. ഞായറാഴ്ചയായിരുന്നു വിവാഹം. ഇന്നലെ രാവിലെയാണ് പലരെയും വയറുവേദനയായും ഛർദിയുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആർക്കും ഗുരുതരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. എല്ലാവരെയും പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. നിലവിൽ ഒരാൾ മാത്രമാണ് യൂണിറ്റി ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. വെൽക്കം ജ്യൂസ് കഴിച്ചവർക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ജ്യൂസിന് ഉപയോഗിച്ച പഴവർഗ്ഗത്തിൽ നിന്നാണ് അപകടം ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. പോർക്കുളം പഞ്ചായത്ത് ആരോഗ്യ വിഭാഗവും മറ്റും പരിശോധനകൾ നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 3 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ച് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് മുൻകരുതൽ നടപടിയായി അവധി നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ മുൻനിര പദ്ധതിയായ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന സബ്സിഡി പാചകവാതക സിലിണ്ടറുടെ എണ്ണത്തിൽ വൻ വെട്ടിക്കുറയ്ക്കൽ. ഒരു വർഷം ലഭിച്ചിരുന്ന സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം 4 പരിമിതപ്പെടുത്തിയായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി പ്രവീൺ മാൽഖനൂജ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാവപ്പെട്ട കുടുംബങ്ങളിലെ സാധാരണക്കാരുടെ ശരാശരി വാർഷിക ഉപയോഗം കണക്കിലെടുത്താണ് ഈ പുതിയ പരിഷ്കരണമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. 2016 മെയ്യിൽ ആരംഭിച്ച പദ്ധതി പ്രകാരം തുടക്കത്തിൽ പ്രതിവർഷം 12 സിലിണ്ടറുകൾക്കാണ് സബ്സിഡി നൽകിയിരുന്നത്. കഴിഞ്ഞ വർഷം ഇത് 9 കുറയ്ക്കുകയും ഇപ്പോൾ വീണ്ടും 4 ചുരുക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. പഴഞ്ഞി പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി SSLC, CBSE, +2, VHSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിക്ക് പുരസ്കാരങ്ങൾ നൽകി. കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ സജിത്ത് അധ്യക്ഷത വഹിച്ചു. 100% വിജയം നേടിയ പെങ്ങാമുക്ക് ഹൈസ്കൂൾ IG ഇംഗ്ലീഷ് സ്കൂളിന് പുരസ്കാരം നൽകി. വായനശാലയിൽ നടന്ന ഡിഗ്രി വിദ്യാർത്ഥികളുടെ ഇന്റേൺഷിപ്പ് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം പഴഞ്ഞി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ K. വെങ്കിട്ടമൂർത്തി നിർവഹിച്ചു. 2025-26 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വിവിധ ഇനങ്ങളിൽ വിജയം കൈവരിച്ച ടീമിൽ അംഗങ്ങളായ പഴഞ്ഞി സ്കൂളിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രതിനിധികളായ P. K. രവീന്ദ്രൻ, M. ഉദയശങ്കരൻ എന്നിവർ സംസാരിച്ചു. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.